ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അമേരിക്കയിലേക്കൊരു വിസ ചോദിച്ചു, അമേരിക്ക സന്ദർശിക്കാൻ ഒരു അവസരം ചോദിച്ചു. അന്ന് ഗുജറാത്ത് കലാപത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ മോഡിക്ക് വിസ നിഷേധിച്ചു. താങ്കൾ അമേരിക്കയിലോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് മാറി ഇന്ന് ലോകരാജ്യങ്ങളിലെ 23 രാജ്യങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് സിവിലിയൻ പരമോന്നത ബഹുമതി ലഭിച്ചത്. എന്തായാലും 23 രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചാൽ മാത്രമേ ഈ പരമോന്നത ബഹുമതി വാങ്ങാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഇവിടെ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ടോ ഡൽഹിയിൽ ഇരുന്നുകൊണ്ടോ ബഹുമതി വാങ്ങാൻ കഴിയില്ല. അതിനുശേഷം അതേ അമേരിക്ക തന്നെ എവിടെയാണോ വിസ നിശ്ചയിച്ച് അതേ അമേരിക്ക തന്നെ ഇന്ത്യയുടെ സുഹൃത്താവുകയും ട്രംപൊക്കെ പലവട്ടം പറയുന്നുണ്ട് മോഡി വളരെ പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ്, സുഹൃത്താണ്. മോഡിയുടെ ഇന്നലത്തോടുകൂടി മോഡിയുടെ മറ്റൊരു റെക്കോർഡ് കൂടി മോദി ഭേദിച്ചിട്ടുണ്ട്. അതായത് നെഹ്റു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത്. ആ റെക്കോർഡ് ഇന്നലത്തോടുകൂടി മോഡി ഭേദിച്ചിരുന്നു. അതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ ചാനലുകളിലും പ്രത്യേകിച്ച് ഈ മരമുറി ചാനലിലൊക്കെ വരുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, രാജ്യസഭയിലെ ഒരു ചോദ്യത്തിന് തൃണമൂൽ കോൺഗ്രസ് ഒരു എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി 33 രാജ്യങ്ങൾ മോഡി സന്ദർശിച്ചു, അതിൽ 367 കോടി രൂപ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കുറേ സഹാക്കളും കമ്മികളുമൊക്കെ സുഡാപ്പികളുമൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇത് ഇത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു, ലാറ്റിൻ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു, വീട് വെച്ച് കൊടുക്കാമായിരുന്നു, ലൈഫിൽ വീട് ഇങ്ങനെ പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 33 രാജ്യങ്ങളിൽ മോഡി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ഓരോ രാജ്യത്ത് പോയതിൻ്റെ ഗുണം നമുക്ക് കിട്ടിക്കൊണ്ടിട്ടുണ്ട്. ലോകരാജ്യങ്ങളിലാകെ യോഗ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി യോഗ പ്രചരിപ്പിക്കാൻ മോഡി പോകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ബ്രിട്ടനുമായി നമ്മളിപ്പോൾ ഒരു കരാറുണ്ടാക്കി. ഈ അവസാനത്തെ യാത്ര ഞാൻ പറയാം. ബ്രിട്ടനുമായി കരാറുണ്ടാക്കിയപ്പോൾ തീരുവയിൽ വ്യത്യാസം വരുത്തി 90% സാധനങ്ങൾക്കും തീരുവ കുറച്ചതുകൊണ്ട് ബ്രിട്ടനിലേക്ക് നമ്മുടെ ഇന്ത്യൻ സാധനങ്ങൾ ധാരാളമായി കയറ്റി അയക്കാൻ പറ്റും. മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും കയറ്റി അയക്കാൻ പറ്റും. പ്രത്യേകിച്ച് വൈദ്യുതോപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, നമ്മുടെ തുണിത്തരങ്ങൾ, ഫർണിച്ചറുകൾ, ധാരാളം സാധനങ്ങൾക്ക് ഡിമാൻഡുള്ള സ്ഥലമാണ് ബ്രിട്ടൻ. അപ്പോൾ അവിടത്തേക്ക് കയറ്റി അയക്കാൻ പറ്റും. മാത്രമല്ല ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തും തീരുവ കുറയുന്നത് കൊണ്ട്, കയറ്റിറക്ക് തീരുവകൾ നന്നായി കരാറിലൂടെ കുറച്ചതുകൊണ്ട് വലിയ തോതിലാണ് ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയുന്നത്. അപ്പോൾ ഒരു 10, 300, 400 കോടി രൂപ കൊടുത്ത് 4-5 വർഷക്കാലത്തെ യാത്രകൾ കൊണ്ട് ലോകരാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ എത്ര രൂപയാകും? ഇവിടെ ഒരു പ്രാവശ്യം ട്രംപ് വരുന്നപ്പോൾ തന്നെ എത്ര കോടിയാണ് ട്രംപിനായത്? അങ്ങനെയാണ്. രാഷ്ട്രത്തലവന്മാർ പോകുമ്പോൾ അവർക്ക് പണം വേണ്ടി വരും. അവർ കയ്യിൽ നിന്നെടുത്ത് പുട്ടടിക്കുന്നതല്ല. അവരുടെ ചിലവ്, അവരുടെ യാത്ര, അവരുടെ സുരക്ഷിതമായ താമസം. മോഡിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വലിയ സുരക്ഷാ ഭീഷണിയൊക്കെ ഉള്ള ആളാണ്. കാരണം ഒരുപാട് ഭീകരവാദ ആളുകളുമൊക്കെ നോട്ടമിട്ടിട്ടുള്ള ആളാണ്. അറിയാമല്ലോ, നമുക്ക് ആ കഥകൾ വേറെ അവസരത്തിൽ പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോയി ലോകരാജ്യങ്ങളിലാകെ പോയി ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഗുജറാത്തിൽ നമ്മുടെ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു പ്രതിമ വന്നപ്പോൾ ഇതുപോലെ പറഞ്ഞായിരുന്നു. 8,000 കോടി രൂപയുടെ ഒരു പ്രതിമ വന്നപ്പോൾ പറഞ്ഞു, 8,000 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് റേഷൻ വാങ്ങിക്കാമെന്ന്. പക്ഷേ ഇന്ന് 10,000 കോടി രൂപയാണ് ആ ഗവൺമെൻറ്റും അവിടുത്തെ ആളുകളും ഉണ്ടാക്കുന്നത്. പാവപ്പെട്ട എത്രയോ 10,000 ആളുകൾക്കാണ് അവിടെ ജോലി. ഇന്ത്യയിലെ ടൂറിസ്റ്റുകളെല്ലാം പോകുന്ന പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പട്ടേലിൻ്റെ പ്രതിമയുടെ അടുത്ത് നിൽക്കുന്ന സ്ഥലവുമുണ്ട്. ആളുകൾ വിചാരിച്ച് വെറുതെ നമ്മുടെ നാട്ടിൽ ഇവിടെ ആളുകളുടെ പ്രതിമയൊക്കെ വെച്ചിരിക്കുമ്പോൾ കാക്കയും തൂറി പട്ടിയും തൂറി കിടക്കുന്ന കുറേ പ്രതിമകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുപോലെ എന്തോ ഒരു പ്രതിമ വെച്ചതാണ് ഈ 8,000 കോടി. 8,000 കോടിക്ക് പ്രതിമ വെച്ചു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പാർക്കാണ്, വലിയൊരു വിസ്മയമാണ്. അപ്പോൾ അത് കാണാൻ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ ചെല്ലുന്നത്. അവരുണ്ടാക്കുന്ന കച്ചവട സാധ്യതകൾ, മാർക്കറ്റിംഗ്, അവരുടെ ടിക്കറ്റുകൾ, ഇതെല്ലാം ചേർന്ന് കോടാനുകോടി രൂപ ഇപ്പോൾ തന്നെ അവർ സമ്പാദിച്ച് കഴിഞ്ഞു. ഇനി ലോകരാജ്യങ്ങളിലേക്ക് പോകുന്ന കഥ എടുക്കാം. ലോകരാജ്യങ്ങളിലേക്ക് മോഡി പോകുന്നതിൻ്റെ ഫലമായി എത്രയോ വിദേശ രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ കരാറുകളിൽ ഏർപ്പെടുന്നത്. റഷ്യയുമായിട്ടുള്ള കരാർ, ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള കരാർ. ഈ കരാറുകളുടെ ഗുണമായി മെയ്ക്ക് ഇൻ ഇന്ത്യ, ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ബുള്ളറ്റ് ട്രെയിൻ, ഹൈഡ്രജൻ ട്രെയിനിനൊക്കെ എത്രയോ ഓർഡറുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോവിഡിന് നമ്മൾ മരുന്നുണ്ടാക്കി ലോകത്തിന് കൊടുത്തു. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ രാജ്യങ്ങളുമായി പോയി, ഇത്രയും പണം ചിലവായെങ്കിലും ഓരോ രാജ്യങ്ങളിലുമായി പോയി നമ്മൾ ഉണ്ടാക്കുന്ന കരാറുകൾ, സാധ്യതകൾ, വ്യവസായ സാധ്യതകളൊക്കെ. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ നമുക്ക് സ്ഥിരാംഗത്വം വേണം. G20 രാജ്യങ്ങളെ നമ്മളും കൂടി ചേർന്നിട്ടാണ് പ്രധാനമായി നയിക്കുന്നത്. ആ നിലയിൽ ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാരുടെയും പട്ടിണിക്കാരുടെയും പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കുളിക്കാത്തവരുടെയും കുഴപ്പക്കാരുടെ ഒരു രാജ്യമായിട്ട് ഇന്ത്യ കണ്ടിരുന്നിടത്തുനിന്ന് മാറി ഇന്ന് മോഡിയുടെ ശബ്ദം ലോകം മുഴുവൻ കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്ര കൂടിയാണ്. മോഡിയുടെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ശബ്ദം കൂടിയാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ അറിയേണ്ട കാര്യം, നമ്മൾ ഇന്ന് ട്രംപിനേക്കാൾ കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആളായി പലവട്ടം ലോക സർവേയിൽ കടന്നു വന്നിട്ടുള്ള ആളാണ് മോഡി. അതുകൊണ്ട് അദ്ദേഹം 33 രാജ്യങ്ങളിൽ പോയപ്പോൾ 23 രാജ്യങ്ങളിൽ നിന്നാണ് സിവിലിയൻ അവാർഡ് കിട്ടിയത്.
ബഹുമതികൾ കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പോകേണ്ടതുണ്ട്. ഇനിയും കോടികൾ ചിലവായാലും അദ്ദേഹം പോകട്ടെ. അങ്ങനെ പോകുന്ന ഓരോ യാത്രയ്ക്കും ഇവിടെ ഗുണമുണ്ട്. അല്ലാതെ നെതർലാൻഡ്സിലും മറ്റ് സ്ഥലത്തുമൊക്കെ റൂം ഫോർ റിവറിനൊക്കെ പോയതുപോലെ ഭാര്യയും മക്കളെയും കുടുംബക്കാരെയും വീട്ടിലുള്ള പട്ടിയും പൂച്ചയും സകലവരെയും കൊണ്ടുപോയി ടൂർ അടിച്ച് വന്നതല്ല. ഏതൊരു നദിയുടെ തീരത്ത് നിന്ന് നോക്കി ഇതാണ് റൂം ഫോർ റിവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നൊന്നും ചെയ്യാത്ത കഥയല്ല എന്ന് കമ്മി സഹാക്കളോട് പറയുന്നുണ്ട്. അവരോട് മാത്രം, സുഡാപ്പികളോടും. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? പോണം. നമ്മുടെ മുഖ്യമന്ത്രിയും പോകുന്നുണ്ടല്ലോ, ഇടയ്ക്ക് ചികിത്സയ്ക്ക് അല്ലാതെയും അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ടല്ലോ. വല്ല പണവും കൊണ്ടുവന്നിട്ടുണ്ടോ? അതേസമയം കോടാനുകോടി രൂപയുടെ കരാറുകൾ, ഉഭയകക്ഷി ബന്ധങ്ങൾ, പിന്നെ ബയലാട്ടറൽ എഗ്രിമെൻറ്റ്സ്, നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കൊടുക്കൽ, അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്തെ കൊണ്ടുവരൽ, ഇത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാക്കി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള പ്രയാണത്തിലാണ് മോഡിയും ഇന്ത്യയും. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളിപ്പോൾ GDP-യിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയും ജപ്പാനെയും ഒക്കെ തള്ളി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് നാട്ടിൽ ഇതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും ജനങ്ങൾക്ക് കിട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇത്തരം വിമർശനങ്ങൾ വയ്ക്കാൻ. ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം എടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ട് വൈകാരികമായി നമുക്ക് തോന്നും, ഇത്രയും കോടി രൂപ, 300-400 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്യാമായിരുന്നു. അങ്ങനെയല്ല പ്രയോറിറ്റി. ഇതുപോലെ എല്ലാ കാര്യത്തിലും ചോദിക്കുക. ISROയ്ക്കും റോക്കറ്റ് വിക്ഷേപത്തിനൊക്കെ നമ്മൾ പണം കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, 500-1000 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കക്കൂസ് പണിത് കൊടുത്തുകൂടെ? പക്ഷെ അങ്ങനെയല്ല ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതൊരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിലേക്ക് മോഡി പോകും. ഇനിയും പോകട്ടെ. ആ പോകുന്ന ഓരോ രാജ്യങ്ങളിൽ നിന്നും നമുക്കാവശ്യമായ ഗുണപരമായ കരാറുകളുമായി വരട്ടെ. അത് രാജ്യത്തിലെ ജനങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും അനുദിനം പരിപോഷിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മോഡിയുടെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന അവസാനത്തെ യാത്രയിൽ ബ്രിട്ടനിൽ നിന്നുള്ള വാർത്തകൾ ഉൾപ്പെടെ നമുക്ക് നൽകുന്ന സന്ദേശവും ആവേശവും.